വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 8, ഞാനിപ്പോൾ പാലായിലാണുള്ളത്. ഇന്ന് പാലാ ജൂബിലി പെരുന്നാളാണ്. അപ്പോൾ ഞാൻ കൂടുന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് ഡിസംബർ 8 ജൂബിലി പെരുന്നാളാണെങ്കിലും പരിപാടികളൊക്കെ ഇന്നലെ 7-ാം തീയതി ആയിരുന്നു. പകുതി പേർക്കും അത് അറിയത്തില്ലായിരുന്നു. കുറേ പേരൊക്കെ ഇപ്പോൾ വഴിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഇവരൊക്കെ മറ്റേ ബൈബിൾ ട്രാവലൊക്കെ കാണാൻ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇന്നലെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഈ വേദപാഠമൊക്കെ ഉണ്ട് പിള്ളേർക്ക്, അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൺഡേ വേണ്ട, ശനിയാഴ്ച മതി എന്ന് പറഞ്ഞു. ഇന്നലെ ആയിരുന്നു പരിപാടിയും ഗാനമേളയൊക്കെ. പിന്നെ എല്ലാ കൊല്ലത്തെ പോലെയും പാലായി നല്ല അടികളൊക്കെ ഉണ്ടായി. ഞാൻ ഇന്നലെ കൂടിയില്ല, രാത്രിയിലാണ് വന്നത്. എനിക്ക് കൂടാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട് ഞാൻ പണിക്ക് തന്നെ പോയി. പിന്നെ ഇന്നുമായിട്ട് ഒന്നൊന്ന് കൂടാമെന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു. എനിക്കും അറിയത്തില്ലായിരുന്നു പരിപാടിയൊക്കെ ഇന്നലെയാണ്. ഞാനും ഡിസംബർ 8 ജൂബിലി പെരുന്നാൾ എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നത്. പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഡിലേ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അത് ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം പ്രോപ്പറായിട്ട് ഞാൻ അപ്ലോഡും കാര്യങ്ങളൊന്നും നടത്തിയില്ല. അതിൻ്റെ ഉള്ള കാരണം ഞാൻ പറയാം. നമ്മുടെ മൈക്ക് അടിച്ചു പോയി ഗോപ്രോയുടെ. അതായത് പറയുന്നൊന്നും റെക്കോർഡാകുന്നില്ല. കുറച്ച് നേരം റെക്കോർഡാകും, കുറച്ച് കഴിയുമ്പം കട്ടായിപ്പോവും. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലേ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയിട്ട് പറയുവാണെങ്കിൽ അത് ചിലപ്പോൾ റെക്കോർഡാകത്തില്ല, ചിലപ്പോൾ റെക്കോർഡാകും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും ഞാനത് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഇത് ക്യാമറയുടെ ഇഷ്യൂ ആണോ അതോ മൈക്കിൻ്റെ ആണോ? അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ കുറേ കംപ്ലൈൻറ്റ് പലർക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോസൊന്നും പകുതിയും സൗണ്ടില്ല. അതായത് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ കഥ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, അത്രയും കാര്യം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ അതിനൊരു റിസൾട്ട് ഇല്ല, അതിനകത്ത് ഓഡിയോ ഇല്ല, അല്ലെങ്കിൽ പകുതി റെക്കോർഡായില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ എനിക്കാണെങ്കിൽ അപ്ലോഡ് ചെയ്യാനും തോന്നില്ല. എന്ന് വെച്ചാൽ ഒച്ചയൊന്നുമില്ല. അപ്പം മറ്റേ വോയിസ് ഓവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയും കാലൊക്കെ അതിലേക്കോ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ എനിക്കും വെളിവില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന്. കാരണം അപ്പം അന്നു പറഞ്ഞു വിടുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ആ ഒരു ദിവസം പോയാൽ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ പാടാണ്. പിന്നെ ഞാൻ ഒരു തരത്തിൽ തട്ടിക്കൂട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ അത് പകുതി അവിടെ ഇവിടെ ഒന്നും ഇല്ല വീഡിയോയ്ക്ക്. അതാണ് സംഭവിച്ചത്. പിന്നെ എനിക്ക് പനിയായിരുന്നു. 2-3 ദിവസം പനി പിടിച്ച് ഞാൻ കിടപ്പായിരുന്നു. പിന്നെ ഒരു ദിവസം പണിക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആ ആളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം കേട്ടോ, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഒരു 30 വയസ്സിന് മുന്നേ എടുത്തു വെച്ചോണം. അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്കൊരു അസുഖങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളെപ്പോലുള്ളവരുടെ ഒന്നും എപ്പോഴും പൈസ ഒന്നും എടുക്കാൻ കാണത്തില്ല. അന്നേരം നമുക്ക് ധൈര്യമായിട്ട് നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് ഓടിച്ചെല്ലാം. അപ്പോൾ കാശിൻ്റെ ഒരു ഇതിനെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ട. അപ്പോൾ ഒരു വർഷത്തേക്ക് ഒരു 6000-7000 രൂപയൊക്കെ വരത്തുള്ളൂ. നമുക്കത് ഒരു വർഷം കഴിയുമ്പോൾ റിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസിൻ്റെ ഇതിലാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു കസിൻ എടുത്തിട്ട് അവർക്ക് കിട്ടി, അവർ ക്ലെയിമൊക്കെ ചെയ്തു എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവരെനിക്ക് ആ നമ്പർ തന്നെ. അപ്പോൾ 7000 രൂപ അത്രയും കണ്ട് എന്നോട് പറഞ്ഞു. ഒരു വർഷത്തേക്ക് 5 ലക്ഷം രൂപ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു തുക വരുന്നത്. ഈ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ളതിലൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. ഇതൊന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് അല്ല കേട്ടോ, ഓരോ വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കമ്പനിയിലൊക്കെ കയറുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻഷുറൻസ് ഉണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ടെന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ്. അതായത് നമ്മളിതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരുണ്ടല്ലോ, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസാണ്. അപ്പോൾ അത് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചടങ്ങാണ്. ചിലപ്പോൾ നമ്മൾ ലൈവ് ഓർഡറിൽ വല്ല ആക്സിഡൻ്റൊക്കെ ആയാലൊക്കെ മിക്കപ്പോഴും കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്ത കേസിൽ നമ്മളൊരു അസുഖമൊക്കെ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് കിട്ടും, ഭാര്യയ്ക്ക് കിട്ടും, മക്കൾക്ക് കിട്ടും എന്നൊക്കെ പറയും. പക്ഷേ അത് കിട്ടണമെങ്കിൽ നമ്മൾ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. നമ്മൾ ഏജൻറ്റിനെ വിളിക്കണം, മറ്റേ ടീം ലീഡറെ വിളിക്കണം. സ്വിഗ്ഗിയുടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്. 100-ൽ 99% സ്വിഗ്ഗിയുടെ കിട്ടാൻ ചാൻസ് ഇല്ല. സൊമാറ്റോയുടെയൊക്കെ പിന്നെയും ടീം ലീഡറെ എങ്ങനെ വിളിച്ചാൽ കിട്ടും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ് ഒന്നും ട്രസ്റ്റ് ചെയ്തിരിക്കില്ല. നിങ്ങളിങ്ങനെ ഒരെണ്ണം എടുത്തു വെക്കണം. അപ്പോൾ അവരെനിക്ക് EMI ഒക്കെ തരാമെന്ന്. അപ്പോൾ എനിക്ക് സിബിൽ ഇല്ലാത്തതുകൊണ്ട് EMI കിട്ടത്തില്ല. അപ്പോൾ പിന്നെ 4 തവണയായിട്ട് അടയ്ക്കുന്നൊരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതെടുക്കാമെന്ന് ഓർത്തു. കാരണം നമ്മളിപ്പം ഇൻഷുറൻസ് എടുത്താലും അത് ആക്റ്റീവ് ആണെങ്കിൽ മിനിമം 1 കൊല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു 3-4 മാസം കൊണ്ട് എടുക്കും. എന്നാലേ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇൻഷുറൻസ് എടുത്ത് പിറ്റേ ദിവസം തന്നെ പോയി എന്നാൽ ക്ലെയിം ചെയ്തേക്കാന്ന് ഓർത്താൽ നടക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നേരത്തെ എടുത്തു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ പോളിസിയുടെ റേറ്റൊക്കെ കൂടും. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇറങ്ങായിരുന്നപ്പോൾ അത് ഇൻഷുറൻസുകാരനെ കണ്ടു. അങ്ങനെ ആ ദിവസം ഇറങ്ങാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം പനി പിടിച്ചു. പിന്നെ അന്നൊക്കെ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇറങ്ങി കേട്ടോ, കുറച്ച് നേരങ്ങൾ ഓടി. പിന്നെ വൈകിട്ട് വന്നിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് പനിയായിരുന്നു. പിന്നെ ഞാൻ നിർത്തിപ്പോയി. എല്ലാ ആഴ്ചയും അങ്ങോട്ട് പ്രോപ്പറായിട്ടൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ പാർട്ട്ണറിൽ നിന്ന് കയറിയിട്ടുമില്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുമോ. അപ്പോൾ നമുക്ക് ഡയമണ്ട് ആണെങ്കിൽ ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു ലാസ്റ്റത്തെ സൊമാറ്റോ വീഡിയോ ആയിരിക്കും കേട്ടോ. അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ലാസ്റ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി ഡെയിലി ഇങ്ങനെ സൊമാറ്റോ വീഡിയോ ഇടുന്നില്ല. കാരണം നിങ്ങൾക്കും അത് ബോറടിക്കും.
കാരണം എനിക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് നടക്കുന്നില്ല. കാരണം ഇന്ന് വന്നു, ഇപ്പോൾ നാളെ വരുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. അതുകൊണ്ട് നമ്മളിതിൽ നിന്ന് കയറാനും പോകുന്നില്ല. അപ്പോൾ ഞാനിത് ഇനി ഇങ്ങോട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ സൊമാറ്റോയിലാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യുന്ന മുറയ്ക്ക് ഇത് എന്തായാലും എന്തെങ്കിലും ഒരു കാലത്ത് കയറി വരുമല്ലോ, ഡയമണ്ട് പാർട്ട്ണർ ആകുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ മൺഡേ ടു സൺഡേ അവധി എടുക്കാണ്ട് കണ്ടിന്യൂസ് ഓടി എത്ര രൂപ ലാഭം പെട്രോൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം, ഉറപ്പായിട്ട് ഓടി കാണിക്കാം. അപ്പോൾ അതുവരെ ചുമ്മാ എന്നും ഈ സൊമാറ്റോ തന്നെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്യാം, ബൈക്ക് റിവ്യൂവും ട്രാവലൊക്കെ ചെയ്യാം. അപ്പോൾ ട്രാവലൊക്കെ പോകാൻ പ്ലാനുണ്ട്. വേറെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് ഇടാം. പിന്നെ നമ്മുടെ മൈക്കും ക്യാമറ സെറ്റപ്പും ഇങ്ങനെ പൊക്കൊണ്ട് ഞാനൊരു 4 മൈക്കെങ്ങാണ്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു, മൈക്കിൻ്റെ ആണെന്ന് ഓർത്ത്. പക്ഷേ ഓരോന്ന് കുത്തുമ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇത് ഒരു പ്രോപ്പറായിട്ട് വരുന്നില്ല. ഡെയിലി വ്ളോഗ് എടുക്കുമ്പോൾ മൈക്കും സംഭവങ്ങളൊക്കെ പക്കയായിരിക്കണം, പക്ഷേ ഇത് ശരിയാകുന്നില്ല. ഇപ്പോഴും ഇത് വർക്കിംഗ് ആണോ എന്നൊരു ഉറപ്പില്ലാണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആക്കി ഇത് 3 തവണ നമ്മുടെ ഗോപ്രോ എന്ന് ഫോർമാറ്റൊക്കെ ചെയ്ത് ഇതിലുള്ള എല്ലാം കളഞ്ഞ് സെറ്റാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതിന് ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്, ഇനി ചിലപ്പോൾ സൗണ്ട് കാണത്തില്ല എന്ന്. അങ്ങനെയാണ് ചിലപ്പം ഈ ഒരു വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതാണൊരവസ്ഥ. മറ്റേതെന്ന് പറഞ്ഞാൽ ബൈക്ക് റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് വീണ്ടും വീണ്ടും എടുക്കാമല്ലോ, കേട്ട് നോക്കിയിട്ട്. ഇതങ്ങനെയല്ലല്ലോ, നമ്മളൊരു ദിവസം ഫുൾ ഇങ്ങനെ എടുക്കുമല്ലേ. ഇതിപ്പോൾ കേട്ട് നോക്കിയിട്ട് വീണ്ടും എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയും നടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ പണിക്കും പോകണമല്ലോ, നമുക്ക് പൈസയും വേണമല്ലോ. 11:48 കേട്ടോ സമയം. പിന്നെ ഞാൻ ഈ ആഴ്ച വളരെ മോശമായിട്ടാണ് ഓടിയെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടും കുറച്ചുകൂടെ പൈസ കിട്ടിയിട്ടുണ്ട്. 14,500 രൂപയ്ക്ക് ഓടി കേട്ടോ. വൈകുന്നേരങ്ങളിൽ എനിക്ക് 10-600 രൂപയ്ക്കൊക്കെ പണിയാൻ പറ്റുന്നുണ്ട്. 6 മണി തൊട്ട് 11 മണി വരെ. രാവിലെ തൊട്ട് പണിയുന്നേക്കാട്ടും കൂടുതൽ പൈസ വൈകിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഗിഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് 12 to 2, അതുപോലെ തന്നെ വൈകിട്ട് 6 to 11 വരെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിത് ഓടിയിട്ട് വല്ല ലാഭമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുകൊണ്ട് മെച്ചമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ വീട്ടിലെ പഞ്ചസാര തീർന്നു പോയി. അപ്പോൾ ഞാൻ രാവിലെ പോയി പഞ്ചസാര വാങ്ങിച്ചു. കഴിഞ്ഞ കറണ്ട് ബില്ല് വന്നു, അത് അടച്ചു. ഫോൺ റീചാർജ് ചെയ്യണമായിരുന്നു, അത് റീചാർജ് ചെയ്തു. പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നു. അതായത് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണല്ലോ ഉള്ളത്. കറണ്ട് ബില്ല് അടയ്ക്കുക, പഞ്ചസാര വാങ്ങിക്കുക, പാല് വാങ്ങിക്കുക, ഇതൊക്കെ നടന്നു പോകുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ പല പല കാര്യങ്ങൾ ആകെ മൊത്തത്തിൽ ചേർന്നതിനാണല്ലോ നമ്മൾ ലൈഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു വർക്ക് കൊണ്ട്. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 പൈസ എടുക്കാനില്ല, ഒരു സേവിങ്സ് എന്ന് പറയുന്ന സാധനമൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് വണ്ടി വേണം എവിടെയെങ്കിലും പോകാൻ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പെട്രോളൊക്കെ എപ്പോഴും അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, വണ്ടിയുണ്ട്, അതുപോലെ ഫോൺ പൈസയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള നീഡുകളൊക്കെ ഇങ്ങനെ നടന്നു പോകും. പക്ഷെ അത് മാത്രം കൊണ്ടാകുന്നില്ല. എൻ്റെ ഭയങ്കര സ്നേഹമുള്ള പെറ്റായ പൂച്ച, അത് ഇന്ന് രാവിലെ നമ്മളെ വിട്ടു പോയി. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ശരി, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഇന്നലെ വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു, ഡൈജഷൻ്റെ ആണെന്ന് ഓർത്തു. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും ഒരുപാട് വയ്യാണ്ടായി. പൂച്ച പോയി, രാവിലെ പോയി. എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. ചത്ത ശവം പോലെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുവാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇന്നലെ ഒന്നും എൻ്റെ 10 പൈസ ഇല്ലായിരുന്നു കയ്യിൽ. കൈ കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ ഇന്നലെ രാത്രിയായപ്പോൾ ഒരുപാട് അത് വയ്യാണ്ടായി, രാവിലെ അത് പോയി. ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിന് തന്നെ ഇതുപോലൊരു ആവശ്യം, ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കണം. നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇതും കൊണ്ടില്ല. അതാണ് എനിക്കെപ്പോഴും പറയാനുള്ളത്. ഫിക്സഡ് സാലറി ഒന്നും ഇല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ എവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് റോൾ ചെയ്ത് പോകാമെന്നുള്ളൂ. അങ്ങനെ ഈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകും. വർഷങ്ങളും ദിവസങ്ങളും മാസവും ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇതുകൊണ്ട് ആകെ നടക്കുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നേരെ ഏറ്റുമാനൂർക്ക് വെച്ച് പിടിക്കുകയാണ്. സമയം പോയി. നമുക്ക് ഫ്ലോട്ടിങ് ക്യാഷ് കുറേ ഇന്നലെ അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇന്നലെ വൈകിട്ട്. ആ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ഓർത്തിരുന്നപ്പം രാവിലെ പൂച്ച പോയി. ഇനിയിപ്പോൾ പൈസ കൈ പിടിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇനി കൊണ്ടുപോകാൻ ആളില്ലല്ലോ. അപ്പം ഇതുകൊണ്ട് ഇന്നിപ്പോൾ CDM ഇട്ടിട്ട് സൊമാറ്റോയ്ക്ക് അടച്ചു കൊടുക്കണം. എന്നിട്ട് വേണം എന്താ പറയുക ഒന്ന് വർക്ക് ചെയ്യാൻ. നമ്മുടെ ID ബ്ലോക്ക് ആയിട്ടിരിക്കുക. അപ്പോൾ നേരെ പോവാം, ഫസ്റ്റ് CDM പോകണം. സമയം പോയി. ഞാൻ ഏറ്റുമാനൂർ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാലായിൽ നിന്ന് പോകുന്ന വഴിയാണ്. ഗൈസ്, നമ്മൾ പറന്നടിച്ച് വന്ന് പൈസ കിട്ടും കേട്ടോ. 12:09 CDM ഇട്ടു. അപ്പം തന്നെ ഓർഡർ അടിച്ചു 60 രൂപയുടെ ഫസ്റ്റ് ഓർഡർ. ഏറ്റുമാനൂരാണ് കേട്ടോ. സമയം അറ്റപ്പറ്റ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നമ്മുടെ മൈക്ക് ഇഷ്യൂ കാണിച്ചു കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് റെക്കോർഡാക്കിയിട്ട് റെക്കോർഡായില്ല.
എന്നിട്ട് ഞാൻ വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പൈസ ഇട്ട് എൻ്റെ മെസ്സേജാണ് വരുന്നത്. ഫ്ലോട്ടിംഗ് ക്യാഷ് അടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം, എന്നിട്ട് ഇവിടുന്ന് പോവാം. അപ്പോൾ ഞാനെൻ്റെ 400 ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഓടിയതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഏണിങ്സും കാര്യങ്ങളും വീക്ക്ലി. മൺഡേ നമ്മൾ 1726 പോണതും, ചൊവ്വാഴ്ച 911, ബുധനാഴ്ച 467 വൈകുന്നേരമായിട്ട് ഇറങ്ങിയത്. പിന്നെ വ്യാഴാഴ്ച 223, ഞാൻ വന്നു, എനിക്ക് പനിയായിരുന്നു, വയ്യാഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. പിന്നെ വെള്ളിയാഴ്ച 622, അതും വൈകിട്ട് ഇറങ്ങിയത്. പിന്നെ ഇന്നലെ 632, അത് ഞാൻ രാവിലെ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫാക്കി പോയിട്ട് പിന്നെ വൈകിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ ടോട്ടൽ 4583 എനിക്ക് ആഴ്ച പണത്തേക്കുന്ന കേട്ടോ. 635 രൂപ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടി. അത് മറ്റേ ഈ എന്താ പറയുക, നമ്മൾ ഓടിയ മറ്റേ ഇൻസെൻറ്റീവ് അല്ല, നമുക്ക് എന്താ പറയുക എക്സ്ട്രാ ചാർജൊക്കെ ആയിട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ടിപ്പ് ഈ ആഴ്ച നല്ല രീതിയിൽ കിട്ടിയായിരുന്നു കേട്ടോ. 405 രൂപ ടിപ്പ് കിട്ടി. എല്ലാം ഞാൻ വിഡ്രോ ചെയ്തെടുത്തു, ഈ പൈസയ്ക്ക് അതുപോലെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം. ഇവിടെ ശരിക്കും പണി മാത്രമേ നടക്കുന്നുള്ളൂ, പൈസയൊന്നും കയ്യിലൊന്നും ഇല്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ പോലെ പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേർന്ന ആകെ മൊത്തത്തിലുള്ള ലൈഫ് ഇങ്ങനെ ഓടി ഓടിപ്പോവും. ചില സമയത്ത് തോന്നും എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്, കാരണം ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ടിട്ടും കയ്യിലോട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളാണല്ലോ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ല, വേറെ പണിക്ക് പോകാൻ മേലെയെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഹെൽത്ത് ഇഷ്യൂ വന്നേ പിന്നെയാണ് ഞാൻ ആ കൊച്ചിയിലെ പണി വിട്ടത്. അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തേ ഉള്ളായിരുന്നു. അതൊരു നല്ല ജോലിയായിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഞാനിത് ഓടാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ അടിക്കടി പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജോലി. ഇപ്പോൾ അതല്ലാണ്ട് നമുക്കിങ്ങനെ ഇടക്കാല ആശ്വാസം പോലെ വേറൊരു ജോലി ഇല്ലല്ലോ. പിന്നെ നമ്മളിപ്പോൾ ഇതിലോട്ട് വീണ്ടും ഒരു ലൂപ്പ് പോലെയാണ്, എവിടെ പോയാലും കറങ്ങി ഇതിൻ്റെ അകത്തോട്ട് വന്ന് വിടുക, ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റുന്നില്ല, നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുന്ന പോലെയാണ്. ഇതാട്ടോ നമ്മുടെ കട, അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ ഒരു ഫ്രീഡമൊക്കെ കാരണമായിരിക്കും നമ്മൾ കറങ്ങി ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കര കയറണം, വെളിയിലോട്ടൊക്കെ പോകാൻ അവസരം വരുന്നുണ്ട്, ഞാൻ എങ്ങനെയും എസ്കേപ്പ് അടിക്കി വിടുന്നു. കഴിച്ചു കൊടുക്കാം. ഫുഡ് രാവിലെ തന്നെ റെഡിയാണ് കേട്ടോ. 1756 ചിക്കൻ കുബൂസ്, എന്തൊക്കെയുണ്ടല്ലോ, കുബൂസ് റോള്, മീറ്റ് ബർഗർ. ഇല്ല ചാനലോ, ചാനൽ കാണിക്കാം. സാധനം കൈ കിട്ടി, കടയിലെ പുള്ളി ചോദിക്കുവാണ് ഇതുവരെ വ്ളോഗ് പരിപാടിയൊന്നും നിർത്തിയില്ലേടേന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിച്ച് സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ശരിക്കും എങ്ങനെ പറ്റുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ചിരിക്കാനും ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ പെറ്റായിരുന്നു കേട്ടോ. തൊമ്മൻ എന്നാണ് ഞാൻ അവനെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരാൾ തന്നതാണ് വളർത്താൻ വേണ്ടി. അപ്പം അവരൊരു 1 വയസ്സാകാറായപ്പോഴാണ് എനിക്ക് തരുന്നത്. പക്ഷേ നമ്മളുമായിട്ട് ആദ്യമൊന്നും അത്ര ഇണക്കമൊന്നും അല്ലായിരുന്നു, പേർഷ്യൻ കാറ്റായിരുന്നു. പിന്നെ അവൻ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് അറ്റാച്ചായി. പക്ഷെ അവനെ എടുത്തങ്ങനെ നമ്മൾ നടക്കുന്നൊന്നും അവന് വലിയ ഇഷ്ടമൊന്നും അല്ലേ. പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും അങ്ങനെ വരത്തൊന്നുമില്ല, ഇടയ്ക്കൊക്കെ വരും. പിന്നെ എൻ്റെ കൂടെ വന്ന് കിടക്കും. പുള്ളിക്ക് തോന്നണം. പക്ഷേ ഞാൻ എത്ര വൈകിട്ട് ഈ സൊമാറ്റോയൊക്കെ ഓടിയിട്ട് രാത്രി 1 മണിക്ക് 2 മണിക്ക് എന്നാലും അവൻ ആ ജനലിൻ്റെ അവിടെ ഉറക്കളച്ചിരുന്ന് അവൻ കരയും. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഓടി വരും. ഫുഡ് കൊടുക്കാൻ വേണ്ടിയാവും, പക്ഷെ എന്നാൽ പോലും ആ ഒരു സാധനം ഉണ്ടല്ലോ. ചില സമയത്തൊക്കെ വിളിച്ചേ വരും. പിന്നെ കളിയാണ്, നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടാന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടും. നമ്മളവൻ്റെ പുറകെ ഓടണം. ഭയങ്കര ഒരു അറ്റാച്ച് ആയി വന്നായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് മൃഗങ്ങളെ ഇങ്ങനെ സ്നേഹിക്കാൻ. അതിന് മുന്നേ പെറ്റൊക്കെ വളർത്തിയിട്ടുണ്ട്. ഈ വീട് റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടിയൊക്കെ ഇടിക്കുകയും അങ്ങനെ, അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീട്ടിൽ കിടന്ന് അലമ്പൊക്കെ ഉണ്ടാക്കി. കാരണം ഇവൻ വന്നിട്ട് ഇവന് മറ്റേ ക്യാറ്റ് ലിറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട് യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ പുള്ളി അതിലൊന്നും പോകാണ്ട് വന്നിട്ട് ബെഡേലൊക്കെ കൊണ്ടുവന്ന് മൂത്രമൊഴിക്കും, അവിടെ ഇവിടെയൊക്കെ പെരയുടെ കൂടെ. പിന്നെ പെരയ്ക്കകത്ത് ഫുള്ള് പൂടയായിരിക്കും. അപ്പോൾ എപ്പോഴും അറിയാമല്ലോ, ഇത് കൂട്ട് പട്ടീനെയും പൂച്ചനെയും വളർത്തുന്നവർക്ക് അറിയാമല്ലോ, എന്ത് സാധനം തിന്നാനും കുടിക്കാനും എടുത്താലും അല്ലെങ്കിൽ ഉടുപ്പയിലൊക്കെ പൂടയായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ കിടന്നു ഭയങ്കര പൂട, ഇവനെ ആർക്കെങ്കിലും പിടിച്ച് കൊടുക്കണം. നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മളങ്ങനെയൊന്നും കൊടുക്കത്തൊന്നുമില്ല. നമ്മളപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ ചിലപ്പോൾ പറയും ഇവനവിടെ മൂത്രം ഒഴിക്കും, ഇവനെ കൊണ്ട് ശല്യം, ഇവനവിടെ മൂത്രം ഒഴിച്ച് നോക്കും, ഇവനെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും, ഇവനെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്, എല്ലെങ്കിലും ഞാൻ തന്നെ ഇറങ്ങിപ്പോയി, ഇനി ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാതിലൊക്കെ തുറന്നു വിടും. പക്ഷേ ഇവനെ ഇറങ്ങിപ്പോയാലും ഇവൻ തിരിച്ചു വന്നില്ലേ എനിക്ക് ഭയങ്കര വേദനയാണ്, ഭയങ്കര ചങ്കിന് വേദനയാണ്, ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. പോയിട്ട് തിരിച്ചു വരും. എവിടെ പോയി ഇവന് വീടറിയാം. ഞാനിങ്ങനെ വീട്ടുകാർ വേറെ ഇറക്കി വിടണ്ടെന്ന്, എന്നാലും ഞാനിങ്ങനെ കുറച്ച് നേരം ഇറക്കിയൊക്കെ വിടും. കാരണം ഫുൾ ടൈം ഇങ്ങനെ പെരയ്ക്കത് അറിയാമല്ലോ, ഒരു ജീവിയാണ്. അപ്പോൾ എന്ത് പറ്റാൻ അതിന് ഫ്രീഡം എല്ലാം കളഞ്ഞ് അതിനെ അടച്ചു കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇറക്കി വിടും, ഞാൻ പുറത്തിരിക്കും. അപ്പോൾ അവൻ അതിലെല്ലാം പോയിട്ട് തിരിച്ചു വരും. നമ്മുടെ വീടും താഴത്തെ വീടിൻ്റെ അതിലൊക്കെ പോയിട്ട് വരും.
അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവൻ ചാടി ഓടും, നമ്മൾ വാതിൽ തുറക്കുന്ന ഗ്യാപ്പിൽ കൂടെ. കഴിഞ്ഞ ദിവസം ഇതുപോലെ രാവിലെ പോയതാണ്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു. അപ്പോൾ തൊട്ട് പുള്ളിക്ക് വയ്യായികയായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, പേർഷ്യൻ കാറ്റ് അറിയാമല്ലോ, അത് പൊതുവെ ഇങ്ങനെ ഒരു ശാന്തമായിട്ട് കിടക്കുന്നത്. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് ഒട്ടും വയ്യാണ്ട, എന്തോ കടിച്ചതാണോ എന്തോ ഒന്നും അറിയത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റില്ല. ഇന്നലെ ആണെങ്കിലും മറ്റേ ഡൈജഷൻ്റെ ആയിരിക്കും, വിരയുടെ ആയിരിക്കും അടുത്ത് മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും അവസരം കിട്ടിയില്ല, എൻ്റെ അപ്പുറം പോയി. അത് വല്ലാത്തൊരു ഇതില്ല. ഈ സത്യം പറഞ്ഞാൽ രാവിലെ മരച്ച് ഇങ്ങനെ മരവിച്ച് പോയി. ഞാൻ എണീറ്റപ്പോഴേ എൻ്റെ മുറിയിൽ തന്നെ എണീറ്റപ്പോഴേ ഇങ്ങനെ കിടക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലൊന്നും വരുന്നില്ല, സങ്കടം വരുന്നില്ല, ഒരു ഫീലിങ്സും വരുന്നില്ല. എന്നോട് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പൂച്ചപ്പൂടെയൊക്കെ സീൻ ഇതിനൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ കൈവിട്ടിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അവൻ നമ്മുടെ വീട്ടിലൊരാളെ പോലെ, ഫാദറിനൊക്കെ എന്നെക്കാട്ടും കാര്യം അവനെയാണ്. അപ്പോൾ ഫാദറൊക്കെ അതിന് തീറ്റയൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ സ്വന്തം മകനെ പോലെ, നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. അമ്മയൊക്കെ രാവിലെ റിലേ പോയി. എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിരിക്കുന്നത്. കുറേ നേരം വീട്ടിൽ ഇരുന്നു, അതായത് ഇറങ്ങാനൊക്കെ വൈകിയത്. പിന്നെ അവിടെ ഇരുന്നാൽ ഞാൻ ഭ്രാന്ത് പിടിച്ച് ചാകുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ ഇവൻ്റെ ഈ പാത്രവും വെള്ളം കുടിക്കുന്ന പാത്രവും ഇതൊക്കെ ഈ സാധനമൊക്കെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. എനിക്ക് അന്നേരം എൻ്റെ കണ്ണ് കയറും. അപ്പോൾ ഞാൻ ഇറങ്ങി പോകുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്തിനായത് നിങ്ങളോട് പറയുന്നതെന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ പരിപാടി നടത്താം. ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. 200 മീറ്ററും കൂടെ കാണിക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണല്ലോ, ഞാൻ കൊടുത്തിട്ടുള്ള വീടാന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഓർഡറും അടിക്കുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്മുടെ സ്ഥിരം കസ്റ്റമർ സെറ്റപ്പ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ തന്നെ അടിക്കുന്നത്. ഇങ്ങനെ കുറേ ഓർഡറുകൾ അങ്ങനെ കിട്ടാറുണ്ട്, നമ്മളെന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന. എനിക്ക് ഇപ്പോൾ റേറ്റിങ്ങിന് ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഓർഡർ അടിക്കുന്നതിന് പന്നൊന്നുമില്ല, നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇത് തോടിൻ്റെ സൈഡിലോട്ടാണല്ലോ പോകുന്നത്, ഇങ്ങോട്ട് വഴിയൊന്നും ഇല്ലല്ലോ. ഇതെവിടെയാണ്? ഓ അവിടെയാണോ? ആ തോടിൻ്റെ കരയിലാണോ? അത് ഇവിടെയാണോ? അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് കേട്ടോ. കൊടുക്കുമ്പോൾ അടിക്കുന്നുണ്ട് എവിടെ നിന്നാലും. പക്ഷേ ഗിഗ് കിട്ടുന്നില്ല, അതുമാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് വർക്ക് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളൂ. നമുക്ക് ഉള്ള സ്ലോട്ടുകളിൽ നല്ല രീതിയിൽ ഓർഡർ അടിക്കുന്നുണ്ട്. പണി പാളിയെന്നാണ് തോന്നുന്നു കേട്ടോ. സൊമാറ്റോയിൽ നല്ല രീതിയിൽ ലൊക്കേഷൻ തെറ്റൊക്കെ വരുന്നുണ്ട്. ഈ വീടാണോ? ഇങ്ങോട്ടെങ്ങാണ്ടൊരു വഴിയുണ്ട്, എൻ്റെ അറ്റത്തെങ്ങാണ്ടൊരു വീടുണ്ട്, കണ്ടിട്ടതാണെന്നാണ് തോന്നുന്നത്. ഇട്ട് കയറി നോക്കാം. ആ വീടല്ല, വീട്ടുപേര് നോക്കിയപ്പോൾ അതല്ല. പിന്നെ ഇവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു പള്ളക്കകത്തൊരു വീട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെയാണോ? ഇതാണോ? റീച്ചൊക്കെ ആയിട്ടുണ്ട്. ലൊക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണോ തോന്നുന്നു. വിളിച്ചു നോക്കാം ഗായ്സ്. അപ്പോൾ ഞാൻ ആ ഓർഡർ കൊടുത്തു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. ലൊക്കേഷൻ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു പെങ്കൊച്ചായിരുന്നു കേട്ടോ. ഞാൻ ആ ഓർഡർ കൊടുത്തിട്ട് കുറേ കഥയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ക്യാമറ ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞൊന്നുമില്ല. നമുക്ക് ആ ഓർഡറിന് 60 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ സോണിലോട്ട് പോവുകയാണ്. ഇതിലെന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, ഇതിങ്ങനെ തന്നെ ഓഫ് ആവുകയും ഓൺ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓടിയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. നല്ലൊരു മൊമെൻ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചു ഫുഡ് വാങ്ങിക്കാൻ വരുന്നതും ഈ ക്യാമറ സെറ്റപ്പൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റെക്കോർഡായില്ല, എന്ത് ചെയ്യാനെന്ന് പറ. സമയം ഇപ്പോൾ 6:17 കേട്ടോ. നമ്മുടെ വൈകിട്ടത്തെ സ്ലോട്ട് പോയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 ഓണാക്കണം. നമുക്ക് 10 മിനിറ്റ് ആയിരുന്നു ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒരു 6:11 ആയപ്പോൾ ഓണാക്കിയത്. ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. മിനിമം ഒരു 15% ചാർജ് ഉണ്ടെങ്കിൽ ആപ്പ് ഓൺലൈനിൽ പോകത്തുള്ളൂ. നമ്മുടെ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. ഞാനവിടെ കടയും പറഞ്ഞിരുന്നു, സമയം പോലെ അറിഞ്ഞില്ല. ഫോണാണെങ്കിൽ 14%, 13% ആയിരുന്നു. ഫോണൊരു 15% ആയി വന്നപ്പോഴത്തേക്കും സമയം പോയി. അതുകൊണ്ട് ഇപ്പോൾ ലേറ്റായിട്ട് ഓണാക്കി. അപ്പം വൈകിട്ട് സ്റ്റാർ ഗിഗ് അല്ല, സാധാ ഗിഗ. നമ്മൾ ഇതുവരെ ഓടിയേക്കുന്നത് 382 രൂപയ്ക്കാണ്. 5 ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ 12 to 2 നമ്മൾ ഓടിയതാണ് അടി 382 രൂപ. അതായത് 90 ഇൻസെൻറ്റീവ്, 192 രൂപ ഓടിയത്. ഓരോരോ ട്രിപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ എത്ര രൂപയ്ക്ക് ഓടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓർഡർ 60 രൂപ 12 മണിക്ക്, 12:39 33 രൂപ, 12:50 45, 1:06 60,
ലാസ്റ്റ് അടിച്ച് ഓർഡർ 91 രൂപ. മൾട്ടി ആയിരുന്നു, ഒരേ കടയിൽ നിന്ന് വരുന്നു. അത് 1.45 കറക്റ്റ് 2 ആയപ്പോഴത്തേക്കും തീർന്നു. ഇപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ഷിഫ്റ്റിലാണ് വന്നേക്കുന്നത്. ഇതുവരെ ഓർഡറൊന്നും അടിച്ചിട്ടില്ല, വെയിറ്റിങ്ങിലാണ്. ഇന്നിപ്പോഴും ബ്ലൂ പാർട്ണറിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. 15% നമ്മൾ സ്റ്റാർ കളക്ഷൻ ഉയർന്നിട്ടുണ്ട്. 10% കൂടെ ആയാൽ നമ്മൾ ബ്രോൺസ് ആണ് കേട്ടോ. നമുക്ക് വേണ്ടത് 25% ബ്രോൺസ് ആകാൻ വേണ്ടി വേണ്ടത്. ബ്രോൺസ് പിന്നെ സിൽവർ ആകാൻ വേണ്ടി 50%. നമ്മൾ ഈ ആഴ്ച ചിലപ്പം ബ്രോൺസ് ആവുമായിരിക്കും. വെയിറ്റ് ചെയ്യാം, ഓർഡർ അടിക്കും. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പൊടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കോട്ടയം ടൗണിലോട്ട് വന്നു, സിറ്റിയിലോട്ട് വന്നു. ഫോൺ ചാർജില്ല, ഫോൺ വണ്ടി കുത്തിയിട്ടേക്ക്. വെയിറ്റ് ചെയ്യാം, ഓർഡർ അടിക്കുന്നുണ്ട്. ഹേ ഗായ്സ്, സമയം 12:20, 21. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഓടിയില്ല കേട്ടോ. 10 മണി വരെ ഓടിയുള്ളൂ. നമ്മൾ നമ്മുടെ ഓട്ടോ ഒക്കെ നിർത്തി. ഇതെന്താണ് സംഭവം? 325 രൂപ ഡിസംബർ ഡെയിലി. ഇത് ഇന്ന് ഡിസംബർ 9. ഇന്ന് 9-ാം തീയതി ആയി കേട്ടോ. പിറ്റേ ദിവസമായി കേട്ടോ. 12 മണി കഴിഞ്ഞല്ലോ. 10 നിർത്തിയായിരുന്നു. പക്ഷെ നമ്മൾ ഓടിയിട്ടില്ലല്ലോ. പിന്നെ എന്നാ ഇത് സംഭവം? എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇതെന്താ സംഭവം എന്ന്. ഈ 325 കാണിക്കുന്നത് എന്തോ എററാണ് കേട്ടോ. ഇന്ന് 15, 9, 10, 11. ഡിസംബർ 9 തൊട്ട് 15 വരെ. പുതിയ ആഴ്ചയിൽ ഞാൻ ഓടിയതൊക്കെയാണല്ലോ കാണിക്കുന്നത്. അതിന് ഞാൻ ഓടിയില്ലല്ലോ. 9 തൊട്ട് 15 വരെ ഓടിയതിൻ്റെ വരുമാനമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. 885 ഇൻസെൻറ്റീവ് കിട്ടിയെന്ന്. അതിന് ഇന്ന് 9 ആയതുള്ളൂ. ഈ ആഴ്ച ഞാൻ ഓടിയിട്ടേ ഇല്ല. 9, 325, 10. അന്നത്തെ ഇൻസെൻറ്റീവുകളാണെന്ന് തോന്നുന്നു, അഡ്വാൻസ് കാണിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താണ് സംഭവം? ഇതാണ് നമ്മൾ 2 to 8 ഇന്ന് വരെ ഓടിയത്. 893 രൂപ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് അല്ല കേട്ടോ. നമ്മൾ ഈ ആഴ്ച 5000 സംതിങ് രൂപ, 5000 രൂപയ്ക്ക് ഓടി. ഇവിടെ 4842 രൂപ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എവിടെ പോയാവോ? എന്തുവാ സംഭവിച്ചത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തുവാണ് സംഭവം? പോക്കറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ആയോ? 885 രൂപ. ക്യാഷ് ലിമിറ്റ് ബെസ്റ്റ്. വിഡ്രോ കറൻ്റ്ലി ഡിസേബിൾഡ്. എമൗണ്ട് ഈസ് 0. വിഡ്രോ ചെയ്യാനും പറ്റുന്നില്ല. ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ സംഭവിച്ചു. ഞാൻ ഇതിനകത്ത് 953 രൂപ ഉണ്ടായിരുന്നു. ഇത് വിഡ്രോ ചെയ്തെടുത്തിട്ട് പെട്രോൾ ഇല്ലേ വണ്ടിക്കകത്ത്, അത് അടിച്ചിട്ട് വീട്ടിൽ പോകുന്ന ഓർത്താണ് ഞാനിവിടെ നിന്നത്. ഇതിപ്പോൾ വിഡ്രോ ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണിക്കുന്ന ഏണിങ്സ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്താ സംഭവിച്ചതെന്ന്. ട്രിപ്പ്, വീക്കിലി, മന്ത്ലി എന്തോ സംഭവിച്ചിട്ടുണ്ട്. 8-ാം തീയതി ഇട്ട് നോക്കട്ടെ എന്താ സംഭവം. ലാസ്റ്റ് കൊടുത്ത ഓർഡറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. 56 രൂപ, 37 രൂപ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഡിസംബർ 8 ഇട്ട് നോക്കട്ടെ. 893 രൂപയെ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഞാനിന്ന് 1000 രൂപയ്ക്ക് ഓടിയായിരുന്നു കേട്ടോ. 1000 സംതിങ് രൂപയ്ക്ക് ഓടിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 325 അതിൻ്റെയാണ് തിങ്കളാഴ്ചത്തിൻ്റെ ഇതിലോട്ട് ആടാൻ തോന്നുന്നു. അപ്പോൾ ഇതെന്തോ എററാണ് കേട്ടോ. എന്തോ മനസ്സിലാകുന്നില്ല എന്താ സംഭവം. സീരിയസ് ആയിട്ടും പറഞ്ഞാൽ കുറച്ച് നേരം മുന്നേ വരെ കാണിച്ചുകൊണ്ടിരുന്നത് 1016, 1066 അങ്ങനെ എന്തോ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഒരു മിനിറ്റ്, ഒന്നുകൂടെ ഞാൻ എടുക്കാം. വീക്കിലി നമ്മൾ തിങ്കളാഴ്ച ഓടിയത് 1700. അന്നത്തെ ഒന്നും ഇൻസെൻറ്റീവ് കാണിച്ചിട്ടില്ല. ഓക്കെ ഇപ്പം മനസ്സിലായി. ഈ 2 to 8 ഉണ്ടല്ലോ, ഈ ആഴ്ച ഓടിയതിൻ്റെ അകത്ത് ഓടിയ എമൗണ്ട് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഇൻസെൻറ്റീവുകൾ കാണിക്കുന്നില്ല. അതിൻ്റെ ഇൻസെൻറ്റീവുകൾ 9 to 15 കാണിക്കുന്നത്. ഇന്ന് എനിക്ക് 250 രൂപ എക്സ്ട്രാ കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പണിത വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 893 പ്ലസ് 250 രൂപ. ഓക്കെ, അത്രയും രൂപയ്ക്ക് നമ്മളിന്ന് പണിതിട്ടുണ്ട്. അതായത് 893 പ്ലസ് 250, 1143 രൂപയ്ക്ക് ഞാനിന്ന് ഓടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ആപ്പിനെന്തോ എററോ മിസ്റ്റേക്കോ അത് ഇനി ഇങ്ങനെയാണോ എന്നും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അയ്യോ, നമ്മുടെ പുറകിൽ ഒരു വണ്ടി വന്നു, പയ്യെ മാറ്റട്ടെ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കുന്നേ കണ്ട. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ. ഞാൻ 10 വരെ വർക്ക് ചെയ്തോളായിരുന്നു. പിന്നെ ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു. ഇന്നിച്ചിരി സെഡായിരുന്നു. ഒറ്റയ്ക്ക് എന്നാൽ ഇതാവും, തലയിലോട്ട് ഉറക്കം കയറിയിട്ട് പയ്യെ വീട്ടിൽ പോകാമെന്നുള്ളൊരു മനോഭാവത്തിലായിരുന്നു ഇത്ര നേരം. അതാണ് സമയം പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ഈ സൊമാറ്റോയുടെ വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. വണ്ടി ഇവിടെ ഒന്ന് നിർത്തട്ടെ. നമ്മുടെ ഹെൽമെറ്റിനകത്ത് മൊത്തം ഫോഗ് കയറി, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂ പാർട്ണറിൽ തന്നെ കിടക്കുന്നത്. നമ്മളധികം എന്താ പറയുക, അങ്ങോട്ട് കയറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്നൊന്നും നമ്മൾ കയറത്തില്ല. അപ്പോൾ
നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പം ഡെയിലി ഇത് തന്നെ ഇങ്ങനെ കാണിക്കേണ്ടി വരും. പിന്നെ എൻ്റെ ക്യാമറ സെറ്റപ്പ് അങ്ങനെ എനിക്ക് പിന്നെ കുറച്ച് പൈസയ്ക്കും ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാനും കുറച്ച് പാടുണ്ട്. ഗ്യാസാണ് ഗൈസ്. അപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് മെനക്കെട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് പൈസ ഉണ്ടാക്കണം. കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞില്ല, ഞാനിത് ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഡയമണ്ട് പാർട്ണർ ആയി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മുടെ ഡെയിലി ഈ സൊമാറ്റോ സ്വിഗ്ഗി വ്ളോഗൊന്നും എല്ലാവരും ഒന്നും കാണുന്നൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പറഞ്ഞ് ഞാൻ മാനിക്കുന്നുണ്ട്, ഞാനത് ചെയ്തു. അപ്പം നമ്മുടെ ചാനലിൽ പല ടൈപ്പ് ഇഷ്ടങ്ങളുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ബൈക്കിൻ്റെ റിവ്യൂ മതി, ചിലർക്ക് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഇടണം. ഞാൻ അങ്ങനെ അധികം ട്രാവൽ വീഡിയോ ഒന്നും ചെയ്തിട്ടുമില്ല, എനിക്കത് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് സൊമാറ്റോ സ്വിഗ്ഗിയുടെ വ്ളോഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വിഗ്ഗിയുടെ ചെയ്ത് കാണിച്ചു, സൊമാറ്റോയുടെ ഇപ്പോൾ ചെയ്ത് കാണിച്ചു. ഇത് ഞാൻ നോർമൽ കണ്ടീഷനാണ് കേട്ടോ. ഒരു സാധാരണ മനുഷ്യൻ ഇത് ഒരു അക്കൗണ്ട് എടുത്ത് ഓടിക്കഴിഞ്ഞാൽ അത് അലസമായിട്ട് ഇപ്പം അവധി എടുക്കുന്നു, ഇപ്പോൾ ഉച്ചയ്ക്ക് വരുന്നു, ഇപ്പോൾ ആയിട്ട് മടിയായിട്ട് തിരിച്ചു പോകുന്നു, 2 ദിവസം ഇറങ്ങുന്നില്ല, ചിലപ്പോൾ അടുത്ത ദിവസം ഇറങ്ങുന്നു. അപ്പോൾ ആ ഒരു സാധനമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അല്ലാണ്ട് എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് ചത്ത് കടന്ന് ഞാൻ പറഞ്ഞില്ലേ പല വീഡിയോയിലും പറഞ്ഞ പോലെ എനിക്ക് 1000 കിട്ടി, 1 ലക്ഷം കിട്ടി, 2000 കിട്ടി, 3000, ആ ഒരു സാധനമല്ല. ചുമ്മാ ആളെ പറ്റിക്കുന്ന പരിപാടിയല്ല. അങ്ങനെ കിട്ടും, ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെയാണ് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചത്ത് കടന്ന് എഫേർട്ട് എടുത്ത് ഓടി കാണിക്കുന്നതാണ്. അങ്ങനെയൊന്നും എല്ലാ ദിവസമൊന്നും ഇതൊരു സ്ഥിരം ജോലിയായിട്ട് എടുക്കുന്നവനൊന്നും അങ്ങനെ എല്ലാ ദിവസവും ഒരു വർഷമൊന്നും കടന്ന് അങ്ങനെ ഓടാൻ പറ്റത്തില്ല. ഒരു 365 ദിവസം അങ്ങനെ ഓടി ആൾ തീർന്നു പോകും. അങ്ങനെ ഓടുന്നവനുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ഓടി വന്നെ, എനിക്കൊക്കെ വയ്യ, ഞാനൊക്കെ തന്തവായി വന്ന അപ്പച്ചൻ്റെ അവസ്ഥയിലോട്ടെത്തി. അപ്പോൾ നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. നമുക്ക് റെസ്റ്റ് വേണം. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, സൺഡേ സാറ്റർഡേ പോലും അവധി പോലും എടുക്കാണ്ട് ഇതിലിങ്ങനെ പെറ്റി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലിയൊക്കെ ഉള്ളവൻ്റെ കേസിൽ ഒട്ടും പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു നോർമൽ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും ഇപ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടും വന്നിട്ടും ചിലപ്പോൾ രാവിലെ ഇറങ്ങാൻ പറ്റത്തില്ല, വൈകുന്നേരം, അങ്ങനെയുള്ള ഒരുത്തൻ്റെ പരിപാടിയാണ് ഞാൻ കാണിച്ചു. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ വളരെ അലസമായിട്ട് ഓടിയത്. ഇപ്പോൾ അതിൽ ഇൻസെൻറ്റീവ് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എനിക്കും അത് മനസ്സിലായില്ല സംഭവം എന്തോന്ന്. ശരിക്കും ഞാൻ ഈ ആഴ്ച ഒരു 5000 രൂപയ്ക്ക് പണിതിട്ടുണ്ട്, 5000 സംതിങ് രൂപയ്ക്ക് പണിതിട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രമേ ഫുള്ള് നിന്നുള്ളൂ, ചൊവ്വായി നിന്നെന്ന് തോന്നുന്നു, പിന്നെ ഇന്നും. ബാക്കി ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം 6 മണി തൊട്ട് ഒരു 10, 11 അങ്ങനത്തെ ഒരു രീതിയിലാണ് വർക്ക് ചെയ്ത്. വളരെ അലസമായിട്ടുള്ള രീതിയായിരുന്നു. അപ്പോൾ കിട്ടിയ എമൗണ്ടും കാര്യങ്ങളാണ് നിങ്ങളടുത്ത് കാണിക്കുകയും പറയുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ ഇങ്ങനെയാണെന്ന്. നമുക്ക് ഓർഡറിനൊന്നും ഒരു പന്നുമില്ല, എവിടെ പോയാലും കൊടുക്കുമ്പോൾ അടിക്കുന്നുണ്ട്. നല്ല റേറ്റിംഗ് ഉണ്ട് നമുക്ക്, പക്ക റേറ്റിംഗ്. നമുക്ക് ആകെ ഇല്ലാത്തൊരു സാധനം ഗിഗ് കിട്ടുന്നില്ല. നമ്മൾ ബ്ലൂ പാർട്ട്ണറിൽ നിന്ന് ഡയമണ്ട് പാർട്ട്ണർ ആയില്ല, അത് മാത്രമേ നമ്മുടെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഓർഡർ ഐഡിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് സ്ലോട്ടും കൂടെ കിട്ടിയാലും നമുക്ക് ഇതിലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റിയാണ്. ഒരു ദിവസം 1500, ചിലപ്പോൾ 2000 രൂപയ്ക്ക് വരെ ചിലപ്പോൾ പണിയാൻ പറ്റിയാണ് നമുക്ക് എല്ലാ സ്ലോട്ടും കിട്ടിയായിരുന്നെങ്കിൽ. പക്ഷേ നമുക്ക് അങ്ങനെ സ്ലോട്ടുകൾ കിട്ടാറില്ല. നമുക്ക് ആകെ കിട്ടുന്ന സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 12 to 2 അല്ലെങ്കിൽ വൈകിട്ട് 6 to 10 അതൊക്കെയേ കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു വർക്കിംഗ് പരിപാടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതേ കണ്ട കാര്യങ്ങൾ തന്നെ ഇനി പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിത് നിർത്തുകയെന്ന് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. ലൈഫ് അങ്ങനെയാണല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് നല്ല ചുമയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ചുമയും പനിയും കുറേയൊക്കെ ആയിരുന്നു. അതാണ് അന്നും അതെനിക്ക് വീഡിയോ എടുക്കാനും പറ്റാത്തതിൻ്റെ കാരണങ്ങളിലൊന്നും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൊമാറ്റോയുടെ വ്ളോഗ് വീഡിയോ ചെയ്യും മച്ചാനെ എന്ന് ഇനി ദൈവത്തെ ഓർത്ത് എന്നോട് പറയരുത്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഞാൻ ചെയ്തു. ഇനി നിങ്ങളോട് പറഞ്ഞ ആ ഒരു സാധനം വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡയമണ്ട് ആയി കഴിയുമ്പോൾ ഞാനൊന്ന് നോർമലായി. ഞാനപ്പോൾ അബ്നോർമൽ കണ്ടീഷനിൽ ഞാനൊന്ന് നോർമലായി. ഞാൻ പറയാം, എൻ്റെ പൂച്ചയും പോയി, അങ്ങനെ ഞാൻ റിലേ പോയി നടക്കും. അപ്പോൾ ഞാനൊന്ന് നോർമലാകുമ്പം ഞാൻ ഇതുമായി കഴിയുമ്പോൾ ഞാനൊരു ഒരാഴ്ച ഞാൻ ഇത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു, ഇത്ര രൂപയ്ക്ക് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്ന് ഇത്ര കിട്ടി, ഈ ആഴ്ച ഇത്ര കിട്ടി, ആ സാധനം കാണിക്കാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതൊന്നും കാണിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാം സൊമാറ്റോ എന്താണ്, സ്വിഗ്ഗി. നമ്മുടെ ചാനലിൽ A to Z ചരിത്രം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ സംശയങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നിട്ടും ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബൈക്കിൻ്റെ റിവ്യൂവും അങ്ങനെയൊക്കെ, അതാകുമ്പോൾ എനിക്ക് ജോലി നടക്കും. ഇടയ്ക്ക് വീഡിയോ എടുക്കാനും പോകാൻ പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാം. അങ്ങനെ നിങ്ങൾ എനിക്ക് ഇപ്പോൾ തരുന്ന സപ്പോർട്ടും സ്നേഹമൊക്കെ വീണ്ടും തരണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം വളരെ ജെന്യുവനായിട്ട് പറയാം, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും സത്യമായിട്ടും പറഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ളൊരു രീതിക്കാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി കൂടാണ്ട് ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തോണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തർക്ക് ഇത്ര കിട്ടി അത്ര കിട്ടി പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല കേട്ടോ. അത് ഭയങ്കര ഇരുട്ടാണ്, ക്യാമറയിൽ ചിലപ്പം ഇതൊന്നും കാണത്തില്ലായിരിക്കും. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് നല്ല വ്യൂസും ക്രൈറ്റീരിയ. അപ്പം നമ്മുടെ ഒരു 10K വ്യൂ ഉള്ളൊരു വീഡിയോയ്ക്ക് പോലും ചിലപ്പം നമുക്കൊരു $1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 84 രൂപ. $1 പോലും കിട്ടാറില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്തോ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. വീഡിയോ നല്ല എൻഗേജ് ആയിരിക്കണം. ഇങ്ങനെ ഇപ്പോൾ കുറേ വ്യൂസ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അതിന് എന്തൊക്കെയോ കണ്ടീഷനൊക്കെ ഉണ്ട്. അത് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല.
എനിക്കിതിൽ നിന്ന് ആകെ 1-2 തവണയാണ് കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ $100 ആകുമ്പോൾ കിട്ടും. $100 നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാമല്ലോ, 8400 സംതിങ്. അത് ഈ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷം കണ്ടായി. അത് 2 തവണയും കണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാനിതിലെ ഓരോ പരിപാടിക്ക് വേണ്ടിയും വീഡിയോ എടുക്കാനും അതിനൊക്കെ മുടക്കിയ പൈസ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയുണ്ട്. അപ്പോൾ എനിക്കിതുകൊണ്ട് വലിയ ഞാൻ പറഞ്ഞേ, ഞാൻ ഇതുകൊണ്ട് വലിയ യൂട്യൂബറാണോ സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ വലിയ പൈസക്കാരനാണോന്നല്ല. ഞാൻ ജോലി ചെയ്യുന്നത് കൂടാണ്ട് എൻ്റെ കടങ്ങൾ തീർക്കാനും അല്ലെങ്കിൽ എൻ്റെ ലോണോ എന്തെങ്കിലും എനിക്കൊരു വീട് വെക്കണം. അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് കിട്ടുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇത് ഇട്ടേച്ച് പോയാലോ നിർത്തിയാലോ എന്ന് ഞാൻ പലപ്പോഴും തോന്നുന്നുണ്ട്. ഇത് വേണ്ട, ഇത് ചെയ്തിട്ട് എനിക്കൊരു പ്രയോജനമുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും ഒരു ഹോപ്പ്. നിങ്ങളെന്നെ ചിലർ പറയുന്നു എൻ്റെ സൗണ്ട് നല്ല, സംസാരം നല്ല, വീഡിയോ നല്ലതെന്ന്. എനിക്കും സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല, ഒരു പരിപാടി അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈഫിലൊരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്ത് എനിക്കറിയാൻ പാടാത്ത പരിപാടിയായിട്ട് ഞാൻ ശ്രമിക്കുവാണ്. അപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഒരു വീഡിയോ പോലും എനിക്കിഷ്ടമല്ല. ഒന്നും ഞാൻ നല്ല എന്ന് പറയത്തില്ല. ഞാൻ ആരോടും നിർബന്ധിച്ച് കാണണമെന്നും പറയാം. പണ്ടൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. ഞാനത് ചെയ്യത്തില്ല. കാരണം എനിക്കതിലൊരു കോൺഫിഡൻസ് ഇല്ല. ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് ഓരോരോ കുറവുകളും കുറ്റങ്ങളും തോന്നും. ഒന്നീ സൗണ്ട് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ശരിയായിട്ടില്ല. ഞാനും പഠിക്കുവാണ് ഓരോന്നിലും. ബെറ്ററാക്കാൻ ശ്രമിക്കും. ചിലപ്പം ബെറ്റർ ആയെന്ന് തോന്നും, ചിലപ്പോൾ അതിൽ നിന്നും താഴെ പോകും. എനിക്കറിയത്തില്ല ഞാൻ എന്തുവായി കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ് ഒപ്പിക്കുന്ന പോലും എന്താണെന്ന് എനിക്ക് റിലേ ഇല്ല. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. കാരണം നമ്മുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ വരുമ്പോൾ ഇടുത്തി പോലെ എല്ലാം വരും, അല്ലെങ്കിൽ ഒന്നും വരത്തില്ല. കുറേ കാലം നല്ല ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നമില്ലായിരിക്കും. വരുമ്പോൾ ഇപ്പോൾ ഒരു ലോൺ ആണെങ്കിൽ ആ ലോൺ വരുന്ന ദിവസം തന്നെ വണ്ടിയുടെ ടയർ പൊട്ടുന്നു, വണ്ടിയുടെ ബ്രേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഫോൺ അടിച്ചു പോകുന്നു, കറണ്ട് ബില്ല് വരുന്നു, ഗ്യാസിൻ്റെ ബില്ല് വരുന്നു. ഇതൊക്കെ ഓരോന്നായിട്ട് വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ പ്രശ്നം വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്, മറ്റേ ഉൾക്ക വന്ന് വീഴുന്ന പോലെയാണ്. അപ്പം നമ്മൾ സമനില തെറ്റിയവനാവും. നമുക്കപ്പോൾ പറയുന്നത് ചെയ്യുന്നതെന്നാന്ന് പോലും അറിയാത്തൊരവസ്ഥയിലോട്ട് വരും. അതാണ് പലപ്പോഴും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യും, ഭയങ്കര ഹാപ്പിയായിട്ട് 2 ദിവസം വീഡിയോ, പിന്നെ എനിക്ക് എന്തേലും ഒരു വള്ളി വരും, പിന്നെ എനിക്ക് ചെയ്യാനേ തോന്നത്തില്ല. പിന്നെ യൂട്യൂബും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഫോൺ തന്നെ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചാലോ എന്ന് തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വരും നമ്മൾ. അങ്ങനെ പല സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ ജീവിക്കണമല്ലോ, ചാകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഫുള്ള് തുടക്കം തൊട്ട് ഈ അവസാനം വരെ ഫുള്ള് നെഗറ്റീവായിരിക്കും. ഫുള്ള് എൻ്റെ കഥയും ഇതൊക്കെ ആയിരിക്കും. ഇതൊന്നും നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് കിട്ടാനോ അല്ലെങ്കിൽ കയ്യടി വീഴാനോ സപ്പോർട്ട് കിട്ടാനോ വേണ്ടി ഒരു കഥ പറഞ്ഞൊപ്പിക്കുന്നത്. ഇതാണ് റിയൽ ലൈഫ്, നമ്മുടെ അവസ്ഥയാണ്. ഞാനിതൊരു വീഡിയോ ആയിട്ടൊന്നും അല്ല ഈ സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ എന്നോട് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവരോട് മിണ്ടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ആരോട് ചോദിച്ചാലും ഞാൻ ഇങ്ങനെയാണ്, എല്ലാവരും വളരെ ഓപ്പണായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും തുറന്നു പറയും. ഞാൻ അങ്ങനെ ഓപ്പൺ മൈൻഡ് ഉള്ളവർക്ക് എന്നും പണി മാത്രമേ കിട്ടത്തുള്ളൂ ജീവിതത്തിൽ. അപ്പോൾ എൻ്റെ ഒരു ജീവിതം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ കണ്ടില്ലേ ഇപ്പോൾ സമയം ഇത്ര, എൻ്റെ പണി 10 മണിയായപ്പോൾ തീർന്നതാണ്. 12:34 എനിക്ക് വീട്ടിൽ പോലും പോകാൻ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഉറക്കമില്ല, കടന്ന ഉറക്കം പോലും വരത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. സീരിയസ് ആയിട്ടും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ല. ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഏജിലുള്ള ഓൾമോസ്റ്റ് 90s കിഡ്സ് എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാരണം എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നു, പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള പലരും പല വഴിക്ക് പോകുന്നു, കല്യാണം കഴിക്കുന്നു, ജോലി കിട്ടുന്നു. അപ്പോൾ കുറച്ച് പേര് നമ്മളിങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നമ്മൾ എല്ലാം ശരിയാവുന്നൊക്കെ സ്വപ്നം കണ്ട് നമുക്കൊക്കെ ഭയങ്കര സ്വപ്നങ്ങളും കാര്യങ്ങളും, പക്ഷെ ഒന്നും നടക്കുന്നു, നമ്മൾ ആഗ്രഹിച്ച പോലെ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. ഏതാണ് നമ്മുടെ മേഖല നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മളത് കണ്ടെത്തി വരുമ്പോൾ വൈകിപ്പോകുന്നു. നമ്മൾ ആകെ ഒരു സ്റ്റക്കായ പോലത്തെ ഒരു അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത. എന്നാലും നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ നമ്മുടെ കുറേ ആൾക്കാർ കൂട്ടുകാർ നമുക്ക് സപ്പോർട്ടായിട്ടും ആ ഒരു മെൻ്റൽ ഹെൽത്ത് തരുന്നതുകൊണ്ടാട്ടോ നമ്മൾ പിടിച്ചേക്കുന്നത്. എല്ലാം ശരിയാവും, നാളെ ശരിയാവും, ഓക്കെ ആവും, ആ ഒരു സാധനം. ഒടുക്കത്തെ ചുമയാണ് ഗൈസ്, നല്ല തണുപ്പടിക്കുന്നുണ്ട് രാത്രിയായപ്പം. അപ്പം അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കൂട്ടുകാരും കൂടെ ഇല്ലെങ്കിൽ ശരിക്കും നമ്മളൊക്കെ തീർന്നേ, സത്യം പറയാമല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ഇവിടെയൊക്കെ ഇപ്പോൾ ടൗണിൽ ഞാൻ നിന്ന് പോലും അവിടെ കുറേ ബായിമാരും ചായ കുടിക്കാൻ വന്ന ആൾക്കാരുണ്ട്. കുറേ നേരം അവിടെ നിൽക്കും. 12-1 മണി ആയാലോ, ഉറക്കം കയറാറാകുമ്പോൾ ചെന്ന് കിടക്കാമല്ലോ, പെട്ടെന്ന് നേരം വെളുക്കുമല്ലോ, എണീറ്റ് പോരാമല്ലോ, ആ ഒരു മനോഭാവത്തിലാണ്. സംസാരിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, ചുമയാണ്. അപ്പോൾ ഞാൻ കൈയൊക്കെ ഇട്ട് എന്തോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ സംസാരിക്കുന്നു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. എന്തായാലും ഒരു റേഡിയോയിൽ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നേരെ പാലായിലോട്ടാണ് പോണത്. അവിടെ നല്ല ലൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്. ഈ ജൂബിലിയുണ്ട്, രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ കെടുത്തി കാണും.
ഞാൻ ചെല്ലുമ്പം അത് തെളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് വീട്ടിൽ പോകും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് സ്നേഹം മാത്രം. നിങ്ങളിപ്പം തരുന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ ഇനിയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തരണം. വേറൊന്നിനും വേണ്ടിയല്ല, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഒരു സഹായം. ഞാൻ നിങ്ങളോട് പൈസ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, നിങ്ങളൊരു സപ്പോർട്ട് തന്നാൽ മതി. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് എൻ്റെ ലൈഫിൽ എനിക്കൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നവരൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല. ആ ഒരു ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം സിനിമാക്കാരായിക്കോട്ടെ, യൂട്യൂബിൽ വലിയ ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ ആദ്യമൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് വന്ന വഴി അറിയത്തില്ല, കൂടെ നിന്നവരെ അറിയത്തില്ല, സപ്പോർട്ട് ചെയ്തവരെ അറിയത്തില്ല. പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലെത്തിയത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് കേട്ടോ. കാരണം അവർ ആ ഒരു ലെവലെത്താനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ അവരുടെ ലൈഫിലെ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് ഫോൺ റീചാർജ് ചെയ്ത് സ്വന്തം കയ്യിലെ കാശും മുടക്കി, അല്ലെങ്കിൽ സിനിമയ്ക്ക് ടിക്കറ്റും എടുത്ത്, പണിക്കും പോയി കിട്ടുന്ന പൈസ ടിക്കറ്റും എടുത്ത്, അങ്ങനെ അവർ കൊടുക്കുന്ന ഔദാര്യവും കൊണ്ടാണ് ഈ പറയുന്ന വലിയ ലെവലിൽ സ്റ്റാർഡത്തിലെത്തുക. അവിടെ എത്തിക്കഴിയുമ്പം ആരെയും കാണത്തില്ല. അപ്പം ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്ന പൈസയാണ് എൻ്റെ ദൈവമേ. അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആനപ്പണി എടുത്തു, ചേനപ്പണി എടുത്ത്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും നിങ്ങൾ കാണാൻ ആൾക്കാരും ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അതിലൊരർത്ഥവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിലപ്പെട്ട സമയവും മാറ്റി വെച്ച് ഫോണും റീചാർജ് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു നിമിഷവും സ്പെൻഡ് ചെയ്ത് നിങ്ങളെനിക്ക് തന്നൊരു ദാനമാണ്. എനിക്ക് കിട്ടിയ 1 രൂപയാണെങ്കിൽ 1 രൂപ, അല്ലാണ്ട് ഒന്നും എൻ്റെ ഒരു കഴിവൊന്നുമല്ല. എനിക്ക് ഒരു കഴിവില്ലാത്തവനാണ്, അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി എന്നും എനിക്ക് നിങ്ങളോടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നന്ദി മാത്രം ഉള്ളോടെ വേറെ ഒന്നുമില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ തരാൻ നന്ദി മാത്രമേ ഉള്ളൂ. എൻ്റെ വേറെ ഒന്നുമില്ല. വേണേ എൻ്റെ കുറച്ച് ബാധ്യതകൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം, അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഒന്നും തരാനൊന്നുമില്ല. ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതൊരു കഥ വീഡിയോ ആയിപ്പോയി. ഇത് ഓപ്പണായിട്ടങ്ങ് സംസാരിച്ചെന്നുള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണ് സംസാരിച്ചത്. കാരണം ഞാൻ ഇച്ചിരി തകർന്ന ദിവസമാണ്. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ പറയണമെന്നൊന്നും, പക്ഷേ ഞാനിത് കളയുന്നൊന്നുമില്ല. ഈ ദിവസം ഞാൻ മറക്കത്തില്ല. ഡിസംബർ 8, 2024. ഇതുപോലൊരു കെട്ട വർഷം എൻ്റെ ജീവിതത്തിൽ 2024 ഒരു കെട്ട വർഷം. അനുഭവിച്ച അനുഭവം ഇതുവരെ നല്ല അനുഭവമാണ്. തുടക്കം തൊട്ട് ഇതുവരെ ആശുപത്രി. അത് പോട്ടെ, അതെൻ്റെ കേസാണെന്ന് ഓർക്കാം. അതുപോലെ സ്നേഹിച്ച സാധനവും പോയി. ഇപ്പോൾ ഇല്ല, വീഡിയോയുടെ ലാസ്റ്റ് കേൾക്കുന്നവൻ ഓർക്കും അതുപോലെ സ്നേഹിച്ച സാധനം പോയെന്ന് പറഞ്ഞാൽ പെണ്ണായിരിക്കും. പെണ്ണല്ല, വീട്ടിൽ വളർത്തിയ പൂച്ചയാണ്. അപ്പോൾ എല്ലാം പോയി. അപ്പോൾ ഒരു കോഞ്ഞാട്ട വർഷം. ഈ വർഷത്തോട് മറ്റേ രംഗൻ ചേട്ടൻ പറയുന്ന പോലെ ഒരു പറയാം, നന്നായി വാ, അങ്ങനെ എനിക്ക് പറയാറുള്ളൂ ഈ വർഷത്തോട്. അടുത്ത വർഷമെങ്കിലും എല്ലാം നല്ല രീതിയിൽ നടന്നാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. ടാറ്റ, ബൈ ബൈ.